അസ്സാം വലൈക്കും വറഹമത്തുള്ള. ദ റിട്ടേൺ ഓഫ് ദ കിങ്, സിംഹത്തിൻ്റെ മടങ്ങി വരവ്. ശിവജി മഹാരാജാവിന് ഔറംഗസീബ് ചക്രവർത്തിയും അപ്പം അതിനോടനുബന്ധമായി അവരുടെ ശിവജിയുടെ നാട്ടിൽ സിംഹാസനത്തിൽ കൊട്ടാരത്തിൽ രാജാതിർത്തിയിൽ നടക്കുന്ന സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് കൊട്ടാരത്തിലെ സന്ദർഭങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഡ്രാമ അല്ലേ. അപ്പോൾ ഡ്രാമയിൽ ശിവജിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആളുകളോടൊക്കെ ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കാൻ വേണ്ടി ശിവജിയുടെ അമ്മ ആവശ്യപ്പെടുന്നു. അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവർക്കിടയിൽ പരസ്പരം ഐക്യവും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. പിന്നെ ആ സമയത്ത് 3 സാധുക്കൾ, ഭൈരവി സാധുക്കൾ കടന്നു വരുന്നു. അവരെ ക്ഷണിക്കുന്നു, അവരെ സൽക്കരിക്കുന്നു അല്ലേ. ഇനി നോക്കിക്കോ, ജിജാബായി. ട്രൂ, holy men have nothing to do with war and fighting. Come, give me your blessing. I need them badly. I am dying to see my son. The holy man. True, ശരിയാണ്. Holy men have nothing to do with war and fighting. ശരിയാണ്. ശുദ്ധാത്മാക്കൾ, വിശുദ്ധാത്മാക്കൾ കൂടുതൽ യുദ്ധങ്ങളിലൊന്നും മുഴുകാറില്ല. നത്തിങ് ടു ഡു വിത്ത് വാർ ആൻഡ് ഫൈറ്റിംഗ്, കൂടുതൽ യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല. കം, വരൂ. ഗീവ് മീ യുവർ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ചൊരിയൂ. ബ്ലെസ്സിങ്, അനുഗ്രഹം, ആശീർവാദം. ഐ നീഡ് ദം ബാഡ്ലി, എനിക്കത് ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങൾ പോലത്തെ പുണ്യാത്മാക്കളുടെ അനുഗ്രഹങ്ങളാണ് എനിക്ക് വേണ്ടത്. നീഡ് ബാഡ്ലി എന്ന് പറഞ്ഞെങ്കിൽ മോശമായ ആവശ്യം എന്നല്ല അർത്ഥം, വളരെ ആവശ്യമുണ്ടെന്നാണ്. ഓക്കെ ഓക്കെ ഐ നീഡ് യു ബാഡ്ലി, എനിക്ക് നിൻ്റെ വളരെ അത്യാവശ്യമുണ്ട്. ഐ നീഡ് വാട്ടർ ബാഡ്ലി, എനിക്ക് വെള്ളത്തിൻ്റെ വളരെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നീഡ് ബാഡ്ലി, ഐ നീഡ് ദം ബാഡ്ലി, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ്. ഇത് നോക്കുക, പ്രയോഗം നീഡ് ബാഡ്ലി, വളരെ അത്യാവശ്യമാവുക. ഓക്കെ, പിന്നെ ബാക്കിക്കോ. ഐ ആം ഡൈയിങ് ടു സീ മൈ സൺ, എൻ്റെ കുഞ്ഞിനെ കാണാതെ, എൻ്റെ മകനെ കാണാതെ ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഐ ആം ഡൈയിങ് ടു സീ മൈ സൺ, എൻ്റെ മകനെ കാണാനുള്ള ഒരു അത്യാർത്ഥിയിലാണ് ഞാൻ. ഓക്കെ, ഐ ആം ഡൈയിങ് ടു സംതിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു പുറപ്പാടിലാണ്. ഐ ആം ഡൈയിങ് ടു സീ യു, ഞാൻ നിന്നെ കാണാനുള്ള പുറപ്പാടാണ്, എനിക്ക് നിന്നെ കണ്ടേ മതിയാവും. ഓക്കെ, അപ്പം എൻ്റെ മകനെ കാണാനുള്ള പുറപ്പാടിലാണ് ഞാൻ. ഐ ആം ഡൈയിങ് ടു വിൻ, ഞാൻ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും, ജയിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ്. ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സാധുസ് ബ്ലസ് ഹെർ, അങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സാധുക്കൾ അവളെ അനുഗ്രഹിച്ചു. ദ തേർഡ് ഡസ് നത്തിങ്, പക്ഷെ മൂന്നാമത്തെ ആളൊന്നും ചെയ്തില്ല. അപ്പം ജിജാബായി ടു ദി തേർഡ് സാധു, മൂന്നാമത്തെ സാധുനോട്, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബ്ലസ് മീ, നിനക്ക് എന്നെ അനുഗ്രഹിക്കാൻ താല്പര്യമില്ലെങ്കിൽ, യു മേ കേഴ്സ് മീ, നിങ്ങൾ എന്നെ ശപിക്കുമെങ്കിലും ചെയ്യൂ. ആൻഡ് ഐ വിൽ ഡൈ ചിയർഫുള്ളി, ഞാൻ അങ്ങനെ ദാരുണമായി മരിക്കട്ടെ. കേസ്, CURSE, കേസ്, ശപിക്കുക. ചിയർഫുള്ളി പറഞ്ഞെങ്കിൽ രണ്ടർത്ഥമുണ്ട്. ശരിക്കും ചിയർ എന്നല്ല പറഞ്ഞെങ്കിൽ ആനന്ദം, ആനന്ദത്തോടെ, സന്തോഷത്തോടെ എന്നാണ് അർത്ഥം. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിലുള്ള അർത്ഥം ചിയർഫുള്ളി, ദാരുണമായി, ദുഃഖത്തോടെ, സോറോഫുൾ, ദുഃഖ നിർഭരമായ. ചിയർഫുള്ളി, അങ്ങനെ ഞാൻ ദാരുണമായി മരിക്കട്ടെ, എന്നെ ശപിക്കുകയെങ്കിലും ചെയ്യൂ, എന്നെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ ശപിക്കുകയെങ്കിലും ചെയ്യൂ. ഐ കാൺ ലിവ് വിത്തൗട്ട് മൈ സൺ, എൻ്റെ മകനെ കൂടാതെ എനിക്ക് ജീവിക്കാനേ പറ്റൂല. ഹി ഫാൾസ് അറ്റ് ഹെർ ഫീറ്റ്, ഇത് പറയുമ്പോൾ എന്താവുന്നു, ആ മൂന്നാമത്തെ സാധു അവളുടെ കാലുകളിലേക്ക് വീഴുന്നു. ഫാൾ, വീഴുക. പാസ്റ്റ് ഫെൽ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോളൻ, ഫാൾ, ഫെൽ, ഫോളൻ. ഓക്കെ, ഫാൾ, ഫെൽ, ഫോളൻ. ഫാൾ പാസ്റ്റ്, ഫെൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫോളൻ, ഫാൾ, ഫെൽ, ഫോളൻ. പിന്നെ അങ്ങനെ കാലിലേക്ക് വീണു. അപ്പോൾ ഐ കാൺ ലിവ് വിത്തൗട്ട് മൈ സൺ, ഹി ഫാൾസ് അറ്റ് ഹെർ ഫീറ്റ്, ഷീ പാസസ് ഹെർ ഹാൻഡ് ജെന്റ്ലി ഓവർ ഹിസ് ഫേസ്. അപ്പോൾ അവൾ എന്താക്കുന്നു, അവർ പാസസ് ഹെർ ഹാൻഡ്, കൈയിനെ കടത്തുന്നു. ജെന്റ്ലി, വളരെ മൃദുവായി, ജെന്റ്ലി അല്ലെങ്കിൽ മൃദുവായി. ഓവർ ഹിസ് ഫേസ്, അവൻ്റെ മുഖത്തിന് നേരെ, മുഖം തടവുന്നു. അറ്റേഴ്സ് എ ക്രൈ, ഒന്ന് ഉറക്കെ കരയുന്നു. അറ്റേർ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒറ്റക്കുള്ള അർത്ഥം ഉച്ചരിക്കുക. എ ക്രൈ, അതായത് ഒന്ന് കരയുന്നു, ഒന്ന് അലറുന്നു. ആൻഡ് ഡ്രോസ് ഹിസ് ഹെഡ്, അവൻ്റെ തലയെ വലിക്കുന്നു. ടു ഹെർ ബ്രീസ്റ്റ്, അവരുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക്. ബ്രീസ്റ്റ്, നെഞ്ച്, ബ്രിസ്റ്റ്,
നെഞ്ച്. പിന്നെ ഡ്രോ വലിക്കുന്നു. ഓക്കെ, പിന്നെ ചിത്രം വരയ്ക്കുന്നതിനും പറയും. ഇവിടെ വലിക്കുക. ഡ്രോ, ഡ്രിയു, ഡ്രോൺ. ഡ്രോ, ഡ്രിയു, ഡ്രോൺ അറിയില്ല. ഡ്രോ, ഡ്രിയു, ഡ്രോൺ. ഡ്രോ പാസ്റ്റ്, ഡ്രിയു പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഡ്രോൺ ലാസ്റ്റ് തന്നെ. ഓക്കെ, അങ്ങനെ അവരുടെ മുഖത്തെ മുകളിലോട്ട് വലിക്കുന്നു. ഇറ്റ് ഈസ് മൈ സൺ, ഇറ്റ്സ് മൈ സൺ, മൈ സൺ ഹാസ് കം ബാക്ക് ടു മീ. അവർക്ക് അത്ഭുതമായി, ഇത് എൻ്റെ മകനാണ്, എൻ്റെ മകനാണ്, എൻ്റെ മകൻ ഇതാ വന്നിരിക്കുന്നു, തിരിച്ചു വന്നിരിക്കുന്നു. ശിവജി ഹാസ് കം ബാക്ക്, എൻ്റെ മകൻ ശിവജി ഇതാ വന്നിരിക്കുന്നു. ദി ലോർഡ് ഓഫ് മഹാരാഷ്ട്ര ഹാസ് കം ബാക്ക്. മഹാരാഷ്ട്രയിലെ ദൈവം അല്ലെങ്കിൽ രാജാവ്, പ്രഭു വന്നിരിക്കുന്നു. ദി ലയൺ ഹാസ് കം ബാക്ക് ഫ്രം ദി ഫോക്സ് ഡാൻ. കുറുക്കൻ്റെ മടയിൽ നിന്ന് ഇതാ സിംഹം തിരിച്ചു വന്നിരിക്കുന്നു. ലോങ് ലിവ് ശിവജി, ലോങ് ലിവ് ദ ലോർഡ് ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ തമ്പുരാനായ ശിവജി നീനാൾ വാഴട്ടെ. ലോങ് ലിവ് ആണെങ്കിൽ നീനാൾ വാഴട്ടെ. ശിവജി റൈസിംഗ്, ഉയർന്നുകൊണ്ട്. യെസ്, ശിവജി ഹാസ് എസ്കേപ്ഡ്. ശിവജി രക്ഷപ്പെട്ടിരിക്കുന്നു ഫ്രം ദി ഫോക്സ് ഡൺ. ആരുടെ? കുറുക്കൻ്റെ മടയിൽ നിന്ന്. ആൻഡ് ദി വൾച്ചേഴ്സ് ക്ലോ. വൾച്ചർ ആണെങ്കിൽ പെരുന്ത്, പെരുന്തിൻ്റെ ക്ലോ ആണെങ്കിൽ കാല്. പെരുന്ത്. ശിവജി ഹാസ് എസ്കേപ്ഡ്, എസ്കേപ്പ് രക്ഷപ്പെടുക. ഫ്രം ദി ഫോക്സ് ഡൺ ആൻഡ് വൾച്ചർ, വൾച്ചർ കഴുകൻ. ക്ലോ കാൽ, കാൽ നഖം. ഓക്കെ, ക്ലോ കാലിൻ്റെ പെരുന്തിൻ്റെ എല്ലാം അടിയിലുണ്ടാകുന്ന നഖമല്ലേ കാലിനകം, അത് ക്ലോ കാലിനകം. ഐ ഹാവ് കം ബാക്ക് ടു മൈ മദർ, മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ പീപ്പിൾ. എൻ്റെ ജനങ്ങളിലേക്കും എൻ്റെ കൂട്ടുകാരിലേക്കും എൻ്റെ അമ്മയുടെ അടുത്തേക്കും ഞാനിതാ വന്നിരിക്കുന്നു. അപ്പോൾ സോയാബായ്, സോയസ് ബൈ അല്ലേ, നെർവസ്ലി വളരെ വികാരധീനയായിക്കൊണ്ട്. ഡിയർ ഹസ്ബൻഡ്, ഹാവ് യു ലെഫ്റ്റ് മൈ സൺ ബിഹൈൻഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി എനിമി. ശത്രുവിൻ്റെ കൈകളിൽ എൻ്റെ മകനെ ബാക്കി വെച്ചാണോ വന്നിരിക്കുന്നത്? ഹാവ് യു ലെഫ്റ്റ്, ബാക്കി വെച്ചിരിക്കുകയാണോ? ഓക്കെ, നോ ശിവജി, നോ ഐ ഹാവൻറ്റ്, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഹി സ്ക്വയർ സേഫ് വിത്ത് ഫ്രണ്ട്സ്. എൻ്റെ കൂട്ടുകാരുടെ കൂടെ അവൻ എന്തായിട്ടുണ്ട്? സേഫാണ്, സുരക്ഷിതനാണ്. ഡോണ്ട് വറി അബൌട്ട് ഹിം, അവനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഹി വിൽ ബി വിത്ത് യു ഇൻ എ ഫ്യൂ ഡേയ്സ്. അല്പ ദിവസം കഴിയുമ്പോൾ തന്നെ അവന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ലുക്സ് അറൗണ്ട് ആൻഡ് സീസ് രാംദാസ്. അങ്ങനെ രാംദാസിനെ ശിവജി കാണുന്നു, ചുറ്റും നോക്കി രാംദാസിനെ കാണുന്നു. സർ, യുവർ പീപ്പിൾ ഹാസ് റിട്ടേൺ ടു യു. നിങ്ങളുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ നിങ്ങളുടെ ശിഷ്യൻ ഇതാ നിങ്ങളിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. വോണ്ട് ടു അഡ്വൈസ് ആൻഡ് ഗൈഡ് ഹിം ആസ് യു ഹാവ് ഓൾവേസ് ഡൺ. നിങ്ങൾക്ക് ശിഷ്യനോട് ഇനി ഉപദേശിക്കണ്ടേ, അതേപോലെ ശിഷ്യനെ നല്ല വഴിയിലേക്ക് നടത്തണ്ടേ, ഏതുപോലെ യു ഹാവ് ഓൾവേസ് ഡൺ, നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ ഇനിയും ആ ശിഷ്യനെ നിങ്ങൾക്ക് ഉപദേശിക്കണ്ടേ. അഡ്വൈസ്, ഉപദേശിക്കുക. അഡ്വൈസിൻ്റെ അവസാനം CE ആണെങ്കിൽ നൗണാണ്, ഇപ്പോൾ വെർബാണ്. SE ആകുമ്പോൾ വെർബാണ്, CE ആകുമ്പോൾ ഉപദേശം, നൗണ്. ആൻഡ് ഗൈഡ് ഹിം, ഗൈഡറിനെങ്കിൽ നയിക്കുക. ടേണിംഗ് ടു അതേഴ്സ്, ബാക്കിയുള്ളവരിലേക്ക് തിരിഞ്ഞുകൊണ്ട്. ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, കം ക്ലോസർ, അടുത്തു വരൂ. യുവർ രാജ ഹാസ് കം ബാക്ക് സേഫ് ഫ്രം ദ സ്പൈഡേഴ്സ് വെബ്. ചിലന്തി വലയിൽ നിന്ന് സുരക്ഷിതനായ നിങ്ങളുടെ രാജാവിത വന്നിരിക്കുന്നു. ബി ഹാപ്പി ആൻഡ് റിജോയ്സ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിലും ആനന്ദത്തിലുമാവും. റിജോയ്സ്, ആനന്ദം. ടുഡേ വി വിൽ ഗിവ് എ ഫീസ്റ്റ് ടു ദി പുവർ. ഞങ്ങൾ ഇന്നിതാ പാവങ്ങൾക്ക് വേണ്ടി ഒരു സദ്യ കൊടുക്കാൻ പോവുകയാണ്. ഫീസ്റ്റ്, സദ്യ. ലൈറ്റ് ദി ടോർച്ചസ് ഓൺ ദ ഹിൽ ടോപ്സ്. നമ്മുടെ കുന്നിൻ പുറങ്ങളിലെല്ലാം എന്താക്കൂ? വിളക്ക് കത്തിക്കൂ. ആൻഡ് ഇലുമിനേറ്റ് ദ പാലസ്. നമ്മളെ ദർബാറിന്, നമ്മളെ കൊട്ടാരത്തെ ഒന്ന് ഇലുമിനേറ്റ് കത്തിക്കുക, വിളക്കുള്ളതാക്കുക, പ്രകാശിപ്പിക്കുക. ഓക്കെ, ഇലുമിനേറ്റ് പ്രകാശിപ്പിക്കുക. ഫയർ ദി ഗൺസ് ആൻഡ് ഷൗട്ട് ദാറ്റ് ദ രാജ ഹാസ് റിട്ടേൺ ടു ഹിസ് പീപ്പിൾ. ഒന്ന് വെടിയെല്ലാം ഒന്ന് പൊട്ടിച്ച് രാജാവ് കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കൂ. ഓൾ, അപ്പോൾ എല്ലാവരും വി വിൽ ഡു ഓൾ ദിസ്, ഞങ്ങളെല്ലാം ചെയ്യാം. ആൻഡ് വി വിൽ ഫീസ്റ്റ് ആൻഡ്, ഞങ്ങൾ സദ്യ, വി വിൽ ഫീസ്റ്റ് ആൻഡ് സിങ് ആൻഡ് ഡാൻസ്, ഞങ്ങൾ പാട്ട് പാടുകയും അതേപോലെ നൃത്തം ചെയ്യുകയും സദ്യ വെക്കുകയൊക്കെ ചെയ്യാം. ലോങ് ലിവ് ശിവജി, ശിവജി നീനാൾ വാഴട്ടെ. ലോങ് ലിവ് ശിവജി. ജിജാബായ്, ലോങ് ലിവ് മഹാരാഷ്ട്ര. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ. ഇതോടുകൂടി നമ്മുടെ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ടെക്സ്റ്റിലുണ്ടെങ്കിൽ പോലും അതൊന്നും കൂടി നോട്ട് ബുക്കിൽ എഴുതി വരണം വൃത്തിയായിട്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രാമറിലേക്ക്, ഈ പാഠത്തിൽ പറയുന്ന ഗ്രാമറിലേക്ക് പ്രവേശിക്കാം, അഡ്വർബിനെ കുറിച്ച് ഇൻഷാല്ലാ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെല്ലാവരും എഴുതിയിട്ട് അതിന് PDF ആക്കി എഴുതി കാണിക്കണം. ഓക്കെ,
ഉള്ള മാർക്ക് ഇവിടെ ഇട്ടുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അത് എക്സ്പോസ് ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.